എൻ്റെ അധരം നീതികേട് സംസാരിക്കുകയില്ല. എൻ്റെ നാവ് വ്യാജം ഉച്ചരിക്കുകയില്ല. എൻ്റെ പ്രാണൻ മുഴുവനും എന്നിലുണ്ടല്ലോ. ദൈവത്തിൻ്റെ ശ്വാസം എൻ്റെ മൂക്കിലും ഉണ്ടല്ലോ. ദൈവഭക്തനായ ഇയ്യോബിൻ്റെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അതികഠിനമായ ശോധനയിലൂടെ കടന്നുപോയ ഭക്തന്റെ വാക്കുകൾ ഒരു സുപ്രഭാതത്തിൽ തൻ്റെ 10 മക്കളാണ് തനിക്ക് നഷ്ടപ്പെട്ടത്. ആടുകളും കാളകളും കഴുതകളും ഒട്ടകങ്ങളുമുള്ള ഒരു വലിയ കൂട്ടം മൃഗസമ്പത്ത്, അനേക ദാസീദാസന്മാർ, എല്ലാം തനിക്കന്ന് നഷ്ടപ്പെട്ടു. ആ വലിയ നഷ്ടത്തിൻ്റെ നടുവിലും ഇയ്യോബ് ദൈവത്തോട് പിറുപിറുക്കുകയോ തൻ്റെ അധരം കൊണ്ട് പാപം ചെയ്യുകയോ ചെയ്തില്ല. ഇയ്യോബിൻ്റെ ഭാര്യ പറഞ്ഞു, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞുകൂടെയോ? നീ ഇനിയും ഭക്തി മുറുകെ പിടിക്കുകയാണ്. ആ വലിയ കഷ്ടത്തിൻ്റെ നടുവിൽ തൻ്റെ സ്നേഹിതന്മാരെല്ലാവരും അവൻ്റെ അടുക്കൽ ഓടി വന്നു. അവർക്കും വലിയ ദുഃഖമുണ്ടായി. എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് അവർ ചിന്തിക്കുവാനും വിലയിരുത്തുവാനും തുടങ്ങി. അങ്ങനെ അവർ അതിൻ്റെ കാരണങ്ങൾ തിരയുമ്പോൾ അതവൻ്റെ ഭക്തിക്ക് കോട്ടം തട്ടുന്നത് പോലെ അനുഭവപ്പെട്ടപ്പോൾ ഇയ്യോബിൻ്റെ വാക്കുകൾ തൻ്റെ ഭക്തിയെ വീണ്ടും ഉറപ്പിക്കുകയാണ്. എന്താണ് ഇയ്യോബ് പറഞ്ഞത്? എൻ്റെ പ്രാണൻ മുഴുവനും എൻ്റെ അകത്തുണ്ട്. എൻ്റെ മൂക്കിലുള്ള ശ്വാസം എൻ്റെ ദൈവത്തിൻ്റെയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെടുമ്പോഴും ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിക്കാൻ ഇയ്യോബ് പറഞ്ഞത്, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. കാരണം ശ്വാസം ഇപ്പോഴും ഉണ്ടല്ലോ, ശ്വാസം പോയിട്ടില്ലല്ലോ, ഞാൻ മരിച്ചിട്ടില്ലല്ലോ. നാളിതുവരെ കാത്തു സൂക്ഷിച്ച എൻ്റെ ഭക്തി, എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം, അത് വൃഥാവല്ല. ഒന്നും തീർന്നിട്ടില്ല. ഇപ്പോഴും ശ്വാസമുണ്ട്. ചിലർ അടയാളം തിരയുകയാണ്. ദൈവമുണ്ടെങ്കിൽ അത്ഭുതം എവിടെ എന്ന് ചോദിക്കുന്ന ദോഷമുള്ള തലമുറകളുടെ നടുവിൽ എല്ലാം നഷ്ടപ്പെടുമ്പോഴും ശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞ് ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഭക്തന്മാരുടെ മുൻനിരയിലേക്ക് ഇയ്യോബ് കടന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇയ്യോബ് നമുക്കൊരു മാതൃകയാണ്. നീ ഒരത്ഭുതമാണ്. നിനക്കിനി എന്തടയാളമാണ് വേണ്ടത്? ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടി അത് നീ തന്നെയാണ്. ഭയങ്കരവും അതിശയകരമായിട്ടല്ലേ ദൈവം നിന്നെ സൃഷ്ടിച്ചത്? നിന്റെ മൂക്കിൽ ഇപ്പോഴും ശ്വാസമുണ്ടല്ലോ, ദൈവം തന്നതാ. സ്തുതിക്കാൻ ഇന്ന് പകൽ അത് മാത്രം മതിയല്ലോ.
എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ ഭക്തി കണ്ടോ? ശ്വാസമുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തെ മുറുകെ പിടിക്കുകയാ. എല്ലാവരും തള്ളി പറയുമ്പോഴും അവൻ ദൈവത്തെ തള്ളി പറയുന്നില്ല. അവന് ദൈവത്തെ ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയുകയില്ല. കാരണം അവൻ്റെ ഭക്തിയുടെ അളവുകോൽ ഈ ഭൂമിയിലെ ലാഭങ്ങളൊന്നുമല്ല, അതിലും അപ്പുറമാണ്. അതിലും ആഴമേറിയ ഒരു ബന്ധത്തിലാണ് ഇയ്യോബ് നിൽക്കുന്നത്. ഇത് നമുക്കൊരടയാളം, ആകാശത്തിലുള്ള അടയാളമല്ല. ഈ ഭൂമിയിൽ മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന അടയാളങ്ങളൊന്നുമല്ല. മൂക്കിലുള്ള ജീവശ്വാസത്തെ മാത്രം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ദൈവം എന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ഭക്തൻ്റെ സ്ഥിതിയെ ദൈവം മാറ്റിയത് ചരിത്രമാണ്. നീ ഒരത്ഭുതമാണ്. ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ എടുക്കുന്ന ഓക്സിജൻ പോലും ദൈവത്തിൻ്റെ ഔദാര്യമാണ്. യഹോവ ഭക്തിയോടെ എല്ലായ്പ്പോഴും ആയിരിക്കുക. ഒരു പ്രതിഫലമുണ്ടെന്ന് നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. വചനത്തോട് പ്രതികരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.